8ാം ക്ലാസ് വിദ്യാർത്ഥികളാണോ? നിങ്ങൾക്ക് നല്ല 8ന്റെ പണി കിട്ടാൻ പോവാണ് കേട്ടോ. 8ന്റെ നല്ല 16ന്റെ പണി എന്ന് തന്നെ പറയാം. ഇത് 8ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല കേട്ടോ, 9, 10 എല്ലാ ക്ലാസ്സിലും വിദ്യാർത്ഥികൾക്കും നല്ല അടാറ് പണി കിട്ടാൻ പോവാണ് കേട്ടോ. ഉഴപ്പി നടക്കുന്ന അടിയന്മാരും അടാറ് പണിയാണ്. ഇനി പഠിക്കാതെ ഒരു രക്ഷയില്ല കേട്ടോ. പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ 8ാം ക്ലാസ്സിൽ തോക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മുടെ അച്ഛനമ്മമാര് പണ്ട് പറയുന്നത് കേട്ടിട്ടില്ലേ, ഞങ്ങളൊക്കെ പാസ്സായിട്ടുള്ളത് നല്ല കഠിന അധ്വാനം ചെയ്താണ്, എങ്കിലും 1, 2, 3 വട്ടം എക്സാം എഴുതിയ ശേഷമാണ് ഞങ്ങൾ പാസ്സാകുന്നതെന്ന്. അങ്ങനെ ഒരു അടാറ് പണിയാണ് 8, 9, 10 എന്നീ വിദ്യാർത്ഥികൾക്ക് കിട്ടാൻ പോകുന്നത്. ഹൈസ്കൂൾ തലത്തിൽ ഇതിപ്പോ ആദ്യം വന്നിരിക്കുന്നത് 8ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ മിനിമം 30% മാർക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റില്ല. എഴുത്തു പരീക്ഷകൾക്കാണ് ഇപ്പൊ ഈ ഒരു സമ്പ്രദായം കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി തുടർച്ചയായി അടുത്ത വർഷം 9ാം ക്ലാസ്സിലേക്കും 2026-27 അധ്യയന വർഷം ആകുമ്പോഴത്തേക്കും ഇത് 10ാം ക്ലാസ്സുകൾക്കും എന്നീ നിലയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ഇനി നിങ്ങൾക്ക് മടിയന്മാരായിട്ട് മടിച്ചുകളായിട്ട് ഇരിക്കാൻ പറ്റില്ല. നല്ല കഠിന അധ്വാനമായി വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾ ഇനി 8ാം ക്ലാസ് പാസ്സാകുകയുള്ളൂ. ഇത് ഇപ്പോൾ എഴുത്ത് പരീക്ഷകൾക്ക് മാത്രമേ ഉള്ളൂ. തുടർന്നുള്ളിൽ നിങ്ങൾക്ക് എല്ലാ എക്സാമിനും ഈ ഒരു സമ്പ്രദായം കൊണ്ടുവരാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇനി ആരെങ്കിലും ഫോണൊക്കെ ഉപയോഗിച്ച് കളിച്ച് ഉഴപ്പിയിരിക്കുന്നുണ്ടെങ്കിൽ ഓടിപ്പോയി പഠിച്ചു തുടങ്ങിക്കോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല 8ന്റെ അല്ല 16ന്റെ പണി തന്നെ കിട്ടിയിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും 8, 9, 10 എന്നീ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഈ ഒരു വീഡിയോ ഉറപ്പായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം. മടിയന്മാരും മടിച്ചുകളും ഒന്ന് ശ്രദ്ധിച്ചോ. ഇനി നിങ്ങൾ പഠിക്കാതെ ഒരു രക്ഷയില്ല. ചുമ്മാ പോയിരുന്ന എക്സാം എഴുതി ഞാൻ ജയിക്കും എന്നുള്ളൊരു വിചാരത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ ഇനി എല്ലാവരും പഠിക്കണമെന്നാണ് സർക്കാർ പറയുന്നത്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇനി എല്ലാവരും നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചാൽ എന്താ, അങ്ങനെ അങ്ങോട്ട് പഠിക്കട്ടെ. അത് തന്നെ, നിങ്ങൾ പഠിക്കേണ്ട പ്രായമല്ല, നിങ്ങൾ പോയി പഠിക്കുക. നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചാലേ ഇനി നിങ്ങൾ പാസ്സാകുകയുള്ളൂ. ഈ വർഷം മുതൽ 8ാം ക്ലാസ്സിലെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ പരീക്ഷകളിൽ വിജയിക്കാൻ മിനിമം മാർക്ക് നേടേണ്ടതുണ്ട്. ഈ മിനിമം മാർക്ക് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഈ 30% എന്ന് പറയുന്നത് കേട്ടോ. മുമ്പത്തെ ഓൾ പാസ് സമ്പ്രദായത്തിൽ നിന്ന് മാറി എല്ലാരെയും അപ്പുറത്തോട്ട് എടുത്ത് കളയാന്നുള്ള സമ്പ്രദായമൊക്കെ മാറി. അങ്ങനെ വിചാരിച്ച ആരും ഇനി എക്സാം എഴുതാൻ പോകണ്ട കേട്ടോ. 30% മിനിമം എങ്കിലും സ്കോർ ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കണം. അടുത്ത വർഷം 9ാം ക്ലാസ്സിലേക്കും ഇത് വരും. ഇപ്പൊ 8ാം ക്ലാസ്സിലേ ഉള്ളു. അത് വെച്ച് 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും നിങ്ങൾ രക്ഷപ്പെട്ടു എന്നുള്ളൊരു മൈൻഡിലൊന്നും ഇരിക്കണ്ട കേട്ടോ. നിങ്ങൾക്കും ഇതേ പണികൾ വരുന്നുണ്ട്. 10ാം ക്ലാസ്സുകാർ നോ ഉഴപ്പ്, നിങ്ങളും പഠിക്കണം. നിങ്ങളെയും എടുത്ത് അപ്പുറത്തിരുന്ന പരിപാടി ഒന്നുമില്ല കേട്ടോ, തോക്കുന്നത് തന്നെയാണ്. ഈ വർഷം മുതൽ 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഓൾ പാസ് ഇല്ലെന്നും പരീക്ഷ പാസ്സാകാൻ മിനിമം മാർക്ക് വേണമെന്നും നിർദ്ദേശം. അടുത്ത വർഷം മുതൽ 9ാം ക്ലാസ്സിലും ഈ നിയമം ബാധകമാകും. വിദ്യാഭ്യാസ കോൺക്ലേവ് ശുപാർശ ചെയ്ത് ഈ തീരുമാനത്തിന് മന്ത്രിസഭാ യോഗം അംഗീകാരവും നൽകി. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുതേ. കമന്റ് ചെയ്തേക്കണേ. ഇത് കുഞ്ഞുങ്ങൾക്ക് ദോഷം ചെയ്യോ അല്ലെങ്കിൽ അവരുടെ ഭാവികൾക്ക് ഇത് ഉപയോഗമാണോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്തേക്കുക കേട്ടോ. അപ്പം എല്ലാവർക്കും ടാറ്റ. ഉഴപ്പിയൊന്നും നടന്നേക്കല്ലേ, പോയിരുന്ന് പഠിച്ചോണം കേട്ടോ.